നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകം 1, രാമായണ മാസാരംഭം. ഇനിയുള്ള ഒരു മാസക്കാലം എങ്ങും രാമനാമങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കും. ഒരു മാസം കൊണ്ട് ആദ്യ മഹാകാവ്യത്തിലെ 24,000 ശ്ലോകങ്ങൾ ചൊല്ലി തീർക്കണം. ഓരോ ശ്ലോകത്തിലും നരനിൽ നിന്ന് നരാധമനിലേക്ക് ഉയർന്ന രാമന്റെ നാനാർത്ഥങ്ങൾ. ദക്ഷിണായനം ആരംഭിക്കുന്നത് കർക്കിടകത്തിലാണ്. ഉത്തരായനം ദേവന്മാർക്ക് പകലും ദക്ഷിണായനം ദേവന്മാർക്ക് രാത്രിയുമാണ്. രാത്രി തുടങ്ങുന്നതിൻ്റെ ആദ്യഘട്ടമാണ് കർക്കിടകം. ഈ സമയത്ത് രാമായണം ചൊല്ലുന്നത് നല്ല കാലം വരുമെന്ന് പൂർവികർ വിശ്വസിച്ചിരുന്നു. മറ്റൊരു കാരണം, വാൽമീകി മഹർഷി രാമായണം എഴുതി പൂർത്തിയാക്കിയത് ഈ ഒരു കാലത്താണ്. അതുകൊണ്ട് രാമായണ പാരായണം നടത്താൻ ഈ മാസം തിരഞ്ഞെടുത്ത്. രാമായണം 2 തരത്തിലുണ്ട്. ഒന്ന് എഴുത്തച്ഛൻ എഴുതിയ അധ്യാത്മ രാമായണം, മറ്റൊന്ന് വാൽമീകി മഹർഷിയുടെ രാമായണം. ഈ സമയത്ത് കർക്കിടക മാസത്തിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്നത് എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണമാണ്. മുൻകാലങ്ങളിൽ കൃഷിയെ കൂടുതൽ ആശ്രയിച്ച് ജീവിച്ചവരായിരുന്നു കേരളീയർ. അതിനാൽ തന്നെ കനത്ത മഴ പെയ്യുന്ന കർക്കിടക മാസം അല്പം പേടി ജനിപ്പിക്കുന്ന ഒന്നായിരുന്നു. കാർഷിക മേഖലയിലെ തിരിച്ചടികളുടെ കാലം കൂടിയായിരുന്നു കർക്കിടകം. കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം കഴിഞ്ഞു എന്നൊരു ചൊല്ല് തന്നെയുണ്ട്. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ തരണം ചെയ്യുവാനും ആത്മീയ ചിന്തകൾ മനസ്സിൽ നിറയ്ക്കുവാനുമാണ് കർക്കിടകത്തിൽ രാമായണ പാരായണത്തിനെ പൂർവികർ മാറ്റിവെച്ചിരുന്നത്. ഈ ഒരു സമയത്തെ പഞ്ഞമാസം എന്നൊക്കെ പറയുന്നു കേട്ടോ. പണ്ട് കാലത്ത് മലബാറിൽ ഒരു ചൊല്ലുണ്ടായിരുന്നു, കർക്കിടക മാസം ആയിക്കഴിഞ്ഞാൽ കലിയം വരുമെന്ന്. അത് മലബാറുകാരുടെ മാത്രം ഒരു വിശ്വാസമായിരുന്നേ. മലബാറിൽ മാത്രം കേട്ടിരുന്ന ഒരു വിശ്വാസമായിരുന്നേ. കലിയനെ ഓടിക്കാനായി വീടിന്റെ ഉമ്മറത്ത് പൊളിഞ്ഞ മുറവും കുറ്റിച്ചോലൊക്കെ കെട്ടിവെക്കുമായിരുന്നു. ശരിക്കും കലിയനെന്ന് പറഞ്ഞ കലിതുള്ളി വരുന്ന കാലവർഷമായിരുന്നു. ശ്രീരാമനാൽ ഉപേക്ഷിക്കപ്പെട്ട സീതാദേവി വനത്തിലെത്തിയതും ലവകുശന്മാർക്ക് ജന്മം നൽകിയതും വാൽമീകി മഹർഷി രാമായണ രചിച്ചു എന്ന് കരുതപ്പെടുന്ന സ്ഥലവും സീതാദേവി ഭൂമിയിലേക്ക് അന്തർദാനം ചെയ്തു പോയുള്ള എല്ലാ കാര്യങ്ങളുടെയും വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാതെ ഒന്ന് കണ്ടു നോക്കാൻ ശ്രമിക്കണേ. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം.